നിങ്ങൾ ആളുകളെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ പ്രതീക്ഷകളെ നിങ്ങൾ മാനേജ് ചെയ്യുക. അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ചും ബിസിനസ്സുകാരോടാണ് എനിക്കത് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു ബിസിനസ്സിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ജീവനക്കാരെ മാനേജ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ജീവനക്കാരെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അവരിൽ ഇറിറ്റേഷനാണ് ഉണ്ടാവുക, അവർക്കും ഫ്രസ്ട്രേഷനാണ് ഉണ്ടാവുക. മാത്രമല്ല അത് നമ്മളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ഇത്തരം ഇമോഷനുകളായിരിക്കും. നമ്മൾ പറയുന്നത് പോലെ അവർ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യുന്നു, പറഞ്ഞ കാര്യം സമയത്ത് ചെയ്യുന്നില്ല, അങ്ങനെയല്ലായിരുന്നു വേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇത് ആ ബിസിനസ്സിൻ്റെ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ ബാധിച്ചേക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ തന്നെ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അവർ ഈ ജോലിക്ക് വരുന്നത് എന്തിനാണ്? ഒരാൾ കേവലം ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ജോലിക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് ചില പരിമിതികളുണ്ടാവും. അതേസമയം അവരെടുക്കുന്ന ജോലിയോട് അവർക്കൊരു പാഷനുണ്ട് എങ്കിൽ, ആ ജോലി അവരിഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എങ്കിൽ അതിൻ്റെ റിസൾട്ട് കുറച്ചുകൂടെ വ്യത്യസ്തവുമായിരിക്കും. അപ്പോൾ പ്രധാനമായും അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരെന്താണ് ഈ ജോലി ചെയ്യുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ സമ്പത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഒരു ശല്യത്തെ, ബുദ്ധിമുട്ടിനെ, പ്രയാസങ്ങളെ നമ്മൾ വാങ്ങുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത് സ്റ്റാഫിൻ്റെ ഹയറിങ് മുതൽ തന്നെ, അവരെ നമ്മൾ സ്ഥാപനത്തിലേക്ക് എടുക്കുന്ന അന്നു മുതൽ തന്നെ, അല്ലെങ്കിൽ അതിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ തന്നെ ഈ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമതൊരു കാര്യം, നിങ്ങളുടെ സ്റ്റാഫിനോട് നിങ്ങൾ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് കൃത്യമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇന്ന കാര്യങ്ങളായിരിക്കും നീ ഈ സ്ഥാപനത്തിൽ വന്നാൽ ചെയ്യേണ്ടത്. പലപ്പോഴും സ്റ്റാഫുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി വരുന്നത് ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും. സത്യത്തിൽ അതുകൊണ്ട് കാര്യമില്ല. ജോയിൻ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പണം കൊടുത്തുകൊണ്ട് പിന്നെ അവൻ മനസ്സിലാക്കുന്നത് പോലും നമ്മുടെ സമ്പത്തിൽ നിന്നാണ്, നമ്മുടെ സമ്പത്ത് കൊടുത്തിട്ടുള്ള ടൈമിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ആ സ്റ്റാഫ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ്. നീ ഇന്ന കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്, നിന്നിൽ നിന്ന് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കമ്പനിക്ക് വേണ്ടത് നിന്നിൽ നിന്ന് ഇന്ന കാര്യങ്ങളാണ്, നിന്നെ ജോലിക്കെടുക്കാൻ കാരണം നിനക്ക് ഇന്ന കഴിവുകളുള്ളത് കൊണ്ടാണ്, ഈ കാര്യങ്ങൾ നിനക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നിന്നെ ജോലിക്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന സമയബന്ധിതമായി ആ കാര്യങ്ങൾ നിനക്ക് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാമെന്ന് വളരെ കണിശമായും വളരെ വ്യക്തമായും വളരെ ക്ലാരിറ്റിയോടുകൂടിയും നമ്മൾ അവരോട് പറയേണ്ടതുണ്ട്. അപ്പോൾ അവർക്കും അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അവർക്കറിയാം, ഇതിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് ആണ് വളരെ ക്രിയേറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടി കഴിയുക. അതല്ലാതെ നമ്മൾ ആ വ്യക്തികളെ മാനേജ് ചെയ്യാൻ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ അവരെ വിലയിരുത്തുക, ജഡ്ജ് ചെയ്യുക, പിന്നെ അവരെ കുറ്റം പറയുക, അവരെ നിരുത്സാഹപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോവുക. അതൊരിക്കലും റിസൾട്ട് ഉണ്ടാക്കാത്തതാണെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ കൂടി വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമായി ഇത് മാറും. ഞാൻ പറഞ്ഞു വരുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് വ്യക്തതയുണ്ടായിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ന സിസ്റ്റങ്ങളുണ്ട്, ആ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, റിപ്പോർട്ടുകൾ കൃത്യമായി തരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഗ്രി ചെയ്തതിന് ശേഷം മാത്രമേ ഒരു സ്റ്റാഫിനെ നിങ്ങൾ ഹയർ ചെയ്യാവൂ. മൂന്നാമതായിട്ട് വേണ്ടത്, അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വളരെ കൃത്യമായ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കണം.
നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫുകളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇവർക്ക് ഇന്ന റോളാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന ആളെ സമീപിക്കണം, ഇന്ന ലെവൽ ഓഫ് കാര്യങ്ങളുണ്ടെങ്കിൽ നീ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അവരെയല്ല. ഇത് ഈ ഒരു വ്യക്തത നമുക്ക് വേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നാലാമത്തതായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാനായി ഒരു സിസ്റ്റത്തെ സെറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ അവരുടെ ജോലികളിൽ വീഴ്ച വരുത്തുന്നത് അലേർട്ടായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കണം. ഒരു ദിവസത്തെ ടാസ്ക് തീർന്നിട്ടില്ല എങ്കിൽ അത് നമ്മളെ നോട്ടിഫൈ ചെയ്യുമെന്ന് അവർക്കും ബോധ്യമുണ്ടാവണം. അങ്ങനെയെങ്കിൽ അത് തീർത്തു പോകുവാനും ജോലികൾ പെൻഡിങ് വരാതെ നോക്കുവാനും അവർ ശ്രദ്ധാലുക്കളായിരിക്കണമെങ്കിൽ തീർച്ചയായും ഈ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ മോണിറ്ററിംഗ് സിസ്റ്റം അവരെ കണക്റ്റ് ചെയ്യുന്നതേ ആവാൻ പാടില്ല. അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരോട് നിരന്തരം പോയി ചോദിക്കുന്നതോ ഒന്നും ആവാൻ പാടില്ല. അതല്ലാതെ തന്നെ ഇത് ഫ്ലാഗ് ചെയ്യുകയും അത് നമുക്ക് അലേർട്ടായിട്ട് വരികയും ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ബിസിനസ്സിൽ സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കൺസിസ്റ്റൻസി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് തുടർച്ചയായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സിസ്റ്റം ഉണ്ടായാൽ മാത്രം പോരാ, സിസ്റ്റം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ കടന്നു വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെർഫോമൻസിനെ നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്, പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻസ് കൊടുക്കുക എന്നുള്ളത്, ഇതെല്ലാം തന്നെ ഇതിൽ പ്രധാനമാണ്. ഇതിനൊക്കെ നമുക്ക് എക്സ്പെക്റ്റേഷൻ മാനേജ്മെൻറ്റ് എന്നാണ് പറയാൻ. അവർക്ക് വേണ്ടതിനെ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്യൂപ്പിൾ അവരെ മാനേജ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ എക്സ്പെക്റ്റേഷനെ മാനേജ് ചെയ്യുക, കമ്പനിയുടെ എക്സ്പെക്റ്റേഷനിൽ ക്ലാരിറ്റി ഉണ്ടാവുക, ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നിടത്ത് അത് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ലഭിക്കുന്നതിനാവശ്യമായ സിസ്റ്റം ഉണ്ടാവുക, ഇതെല്ലാം വളരെ പ്രധാനമാണ്. നല്ല ഗ്രോത്തുള്ള, നല്ല ലാഭമുള്ള നല്ല ഒരു ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു. സ്മൈൽ വിഷസ്. താങ്ക് യു.